നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിലെ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2025 ഏപ്രിൽ മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവും 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായിട്ട് ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യത്തെ പോയിന്റ് വഖഫ് ഭേദഗതി ബില്ല്. വഖഫ് ഭേദഗതി ബില്ല് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 2025 നമ്മുടെ രാജ്യത്ത് ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട വളരെ വിവാദമായിട്ടുള്ള ഒരു ബില്ലായിരുന്നു ഏത്? വഖഫ് ഭേദഗതി ബില്ല്. 2025 ഏപ്രിലിൽ ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അല്ലെ, 2025 വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കിരൺ റിജിജു ആണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മൈനോറിറ്റി അഫയേഴ്സ് അതുപോലെ പാർലമെന്ററി അഫയേഴ്സ് എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് ആര്? കിരൺ റിജിജു. അപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കിരൺ റിജിജു ആണ്. ഇനി വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി എന്നാണ് 2025 ഏപ്രിൽ 3. ലോക്സഭ പാസാക്കുന്നത് 2025 ഏപ്രിൽ 3. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യസഭ പാസാക്കി. രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4. അപ്പോൾ ആദ്യം ലോക്സഭ പാസാക്കി ഏപ്രിൽ 3, അത് കഴിഞ്ഞിട്ട് രാജ്യസഭ പാസാക്കി ഏപ്രിൽ 4. അതിനുശേഷം ആര്? പ്രസിഡന്റ് വഖഫ് ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടു എന്നാണ് ഏപ്രിൽ 5. 3, 4, 5 രാഷ്ട്രപതി വഖഫ് ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 5. ഇനി അത് കഴിഞ്ഞിട്ട് വഖഫ് ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ അത് നിയമമായി അല്ലേ? വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ അത് ഡേറ്റ് വേറെയാണ്. അത് 2025 ഏപ്രിൽ 8. 2025 ഏപ്രിൽ 8. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. പാർലമെന്ററി അഫയേഴ്സ്, മൈനോറിറ്റി അഫയേഴ്സ് എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് കിരൺ റിജിജു. വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ ഏപ്രിൽ 3 രാജ്യസഭയിൽ ഏപ്രിൽ 4 അതിനകത്ത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഏപ്രിൽ 5 ഇനി അത് കഴിഞ്ഞിട്ട് വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ 8. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായി. വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉത്തരവാണ്. ഒരു സംസ്ഥാന നിയമസഭയിലെ ബില്ലുകൾ ഒരു ഉത്തരവിലൂടെ പാസാക്കപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ നിയമസഭ പാസാക്കി വിട്ട ബില്ലുകൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിയമമാക്കപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. സുപ്രീം കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ബില്ലുകൾ നിയമമാക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട് ഗവർണറും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും തമ്മിൽ കുറേ കാലമായിട്ട് നല്ല ബന്ധത്തിലല്ല. ആരാണ് നിലവിൽ തമിഴ്നാട് ഗവർണർ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. RN രവി. നിലവിൽ തമിഴ്നാട് ഗവർണർ ആരാണ്? RN രവിയാണ്. എന്താണ് ഈ കേസിന് അല്ലെങ്കിൽ ഈ ഉത്തരവിന് ആധാരമായിട്ടുള്ള സംഭവം? തമിഴ്നാട് നിയമസഭ പാസാക്കി വിട്ട ഏതാണ്ട് 10ഓളം വരുന്ന ബില്ലുകൾ, ആ ബില്ലുകളിൽ ആരൊപ്പിടുന്നില്ല? തമിഴ്നാട് ഗവർണർ ഒപ്പിടുന്നില്ല, നിയമമാകുന്നില്ല.
അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ തമിഴ്നാട് സർക്കാർ ആരെ സമീപിക്കുന്നു? സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് ആ ബില്ലുകളെ എന്താക്കി? ഒരു ഉത്തരവിലൂടെ നിയമമാക്കി. സുപ്രീം കോടതി അത് ചെയ്യുന്നത് ഭരണഘടനയിലെ ഒരു വകുപ്പ് പ്രകാരമാണ്. ഭരണഘടനയിലെ ഒരു വകുപ്പ്, പൂർണ്ണ നീതി നടപ്പിലാക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം പറയുന്ന ഒരു വകുപ്പ്, ആർട്ടിക്കിൾ 142. അപ്പം ഞാൻ പറഞ്ഞു, ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സംസ്ഥാനത്തെ ബില്ലുകൾ നിയമമാക്കപ്പെട്ടത്, സുപ്രീം കോടതി ഉത്തരവിലൂടെ നിയമമാക്കപ്പെട്ടത് തമിഴ്നാട്ടിലാണ് എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ടുള്ള പശ്ചാത്തലം എന്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിക്ക് ഇങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടോ? ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളെ നിയമമാക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ? ഗവർണർക്കല്ലേ അധികാരമുള്ളത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 142 പൂർണ്ണ നീതി നടപ്പിലാക്കാനുള്ള അധികാരത്തെക്കുറിച്ച്, സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നു. ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവർണറുടെ നടപടി ശരിയല്ലാത്തത് കൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? ബില്ലുകൾ നിയമമാക്കി പ്രഖ്യാപിക്കുന്നു, ഒരു ഉത്തരവിലൂടെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത് ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 142. ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത്? സംസ്ഥാനത്ത് ആദ്യം നിയമസഭ എന്ത് ചെയ്യുന്നു? ബില്ലുകൾ പാസ്സാക്കുന്നു. ബില്ലുകൾ പാസ്സാക്കി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ്, അതാണ് ഗവർണർ, ഗവർണർക്ക് അയക്കും. അപ്പോൾ ഗവർണർ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ ബില്ലിൽ ഒപ്പിട്ട് പാസ്സാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യണം, സജസ്റ്റ് ചെയ്ത് നിയമസഭയ്ക്ക് തിരിച്ചയക്കണം, ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കണം. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽപ്പെടുന്ന വിഷയമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം. ഇത് 3 കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്? ഗവർണർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ ഗവർണർ ബില്ലുകൾ വച്ച് താമസിപ്പിച്ചപ്പോഴാണ് തമിഴ്നാട് സർക്കാർ ആരെ സമീപിച്ചത്? സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച്, ആ ബെഞ്ച് ഏതെന്ന് മനസ്സിലാക്കി വെക്കണം. ആ ബെഞ്ചിലുണ്ടായിരുന്ന 2 പേര് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര. JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിട്ട് ഈ ബില്ലുകൾ നിയമമാക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. അപ്പോൾ അത് ആർട്ടിക്കിൾ ഏതെന്ന് പറഞ്ഞു? ആർട്ടിക്കിൾ 142. വേറൊരു ആർട്ടിക്കിൾ കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കണം. ആർട്ടിക്കിൾ 200. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ അധികാരം. ആ അധികാരം പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 200. ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ അധികാരം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 200. ഞാൻ പറഞ്ഞു, ചില ബില്ലുകൾ ആർക്കയക്കും? രാഷ്ട്രപതിക്ക് അയക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ ആ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 201. അപ്പം ഞാൻ 3 ഭരണഘടനാ വകുപ്പുകൾ പറഞ്ഞു. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഈ വകുപ്പുകൾ പ്രധാനമാണ്. 142 സുപ്രീം കോടതിയുടെ പൂർണ്ണ നീതി നടപ്പിലാക്കുന്നതിനുള്ള അധികാരം. അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 200 ഒരു ബില്ലിന്മേൽ ഗവർണറുടെ അധികാരം. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 201 ബില്ലിന്മേൽ, സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബില്ലിന്മേൽ രാഷ്ട്രപതിയുടെ തീരുമാനം പറയുന്നതിനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 201. അപ്പോൾ ആ പറഞ്ഞ 3 വകുപ്പുകളൊന്ന് പഠിച്ചേക്കണം. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവർണറുടെ അധികാരം പറയുന്നിടത്ത് ഗവർണർ ഒരു ബില്ലിൽ ഒപ്പിടേണ്ടത് എത്ര സമയത്താണ് എന്ന് ഭരണഘടന പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഉത്തരവ് ചരിത്രപരമായിട്ട് വളരെ വലിയ പ്രാധാന്യമുള്ള ഉത്തരവാണെന്ന് പറഞ്ഞു. ഈ ഉത്തരവിൽ അതിനൊരു സമയം സുപ്രീം കോടതി പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആർട്ടിക്കിൾ 200 ഗവർണർ എത്ര സമയത്തിനകത്ത് ബില്ലിന്മേൽ തീരുമാനമെടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്ന ഉത്തരവിൽ, അതായത് ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഒരു ഗവർണർ ഒരു ബില്ലിന്മേൽ എത്ര സമയത്തിനകത്ത് തീരുമാനമെടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് 3 മാസത്തിനകം. അപ്പോൾ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചാൽ രാഷ്ട്രപതിയും തീരുമാനമെടുക്കേണ്ടത് 3 മാസത്തിനകത്താണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബില്ലിന്മേൽ ഗവർണർ തീരുമാനമെടുക്കേണ്ടത് 3 മാസത്തിനകമാണ്. അതുപോലെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിന്മേൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ടത് 3 മാസത്തിനകത്താണ്. ഇനി വേറൊരു കാര്യം പറയുന്നു, ഒരു ബില്ല് ഗവർണർക്ക് അയച്ചു, ഗവർണർ പുനഃപരിശോധനയ്ക്കായിട്ട് വീണ്ടും നിയമസഭയ്ക്ക് തിരിച്ചയച്ചു എങ്കിൽ അത് പാസ്സാക്കി വീണ്ടും ഗവർണറുടെ മുമ്പിൽ വന്നാൽ ഗവർണർ 1 മാസത്തിനകത്ത് അതിൽ നടപടി സ്വീകരിക്കണം.
അപ്പോൾ 3 മാസമെന്നും പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മാസമെന്നും പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കേണ്ടത്, ഗവർണർ തീരുമാനമെടുക്കേണ്ടത് 3 മാസത്തിനകത്താണ്. സമാന രീതിയിൽ തന്നെ ആരും രാഷ്ട്രപതിയും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബില്ലിന്മേൽ തീരുമാനമെടുക്കേണ്ടത് 3 മാസത്തിനകത്താണ്. പക്ഷെ നിയമസഭ വീണ്ടും പാസാക്കി അയക്കുന്ന ഒരു ബില്ലാണെങ്കിൽ അതിനകത്ത് 1 മാസത്തിനകത്ത് എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം എന്ന് ഏത് വിധിയിൽ പറയുന്നു? തമിഴ്നാട് സർക്കാർ വേഴ്സസ് ഗവർണർ വിധിയിൽ ആര് പറയുന്നു? സുപ്രീം കോടതി ബെഞ്ച് പറയുന്നു. അപ്പോൾ ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കണം. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം പറഞ്ഞ 2 പോയിന്റുകൾ. അതായത് വഖഫ് ഭേദഗതി ബില്ല്, സുപ്രീം കോടതിയുടെ ഈ വിധി, ഇതിനകത്തുള്ള ആർട്ടിക്കിൾ ശ്രദ്ധിച്ചു വയ്ക്കുക. വരുന്ന പരീക്ഷകൾക്ക് 1 മാർക്ക് നിങ്ങൾക്കത് നേടിത്തരും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം. പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. പട്ടികജാതി വിഭാഗക്കാർക്ക് സംവരണമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? പട്ടികജാതി എന്ന് പറയുമെങ്കിലും അതിനകത്ത് ഒരുപാട് ജാതികളുണ്ട് അല്ലേ? SC എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ജാതികളുണ്ട്. അപ്പം അങ്ങനെ ആ ജാതികൾക്ക് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ പട്ടികജാതി സംവരണത്തിനകത്ത് തന്നെ ഉപവർഗീകരണം അങ്ങനെ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനം? തെലുങ്കാന. ഏത് സംസ്ഥാനം? തെലുങ്കാന. അപ്പോൾ പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? തെലുങ്കാന. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി. മുഴുവൻ പേര് തന്നെ പഠിക്കണം. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? BR ഗവായി അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ഈയിടെ നിയമിക്കപ്പെട്ട വനിത ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട വനിത ആരെന്ന് ചോദിച്ചാൽ പൂനം ഗുപ്തയാണ്. നല്ലൊരു ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട വനിത ആരാണ്? പൂനം ഗുപ്തയാണ് അല്ലേ? സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് നമുക്കറിയാം. നിലവിൽ സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ അല്ലേ? റിസർവ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേഷൻ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും തലപ്പത്താരാണ്? റിസർവ് ബാങ്ക് ഗവർണർ. അതിന് താഴെ ആരുണ്ട്? ഡെപ്യൂട്ടി ഗവർണർമാരുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ചട്ടം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മിറ്റി. ആ ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 കൽക്കട്ട കേന്ദ്രമാക്കിയാണ് ഏതാരംഭിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ ആസ്ഥാനം കൽക്കട്ടയാണ്. പിന്നീടാണ് 1937 മുതൽ ഇന്ന് കാണുന്നത് പോലെ മുംബൈ കേന്ദ്രമാക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. അപ്പോൾ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു ഗവർണർ ഉണ്ടായിരിക്കും. അതിന് താഴെ 4 കൂടാത്ത ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടായിരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരം റിസർവ് ബാങ്കിന് പരമാവധി 4 ഡെപ്യൂട്ടി ഗവർണർ വരെ ആകാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, റിസർവ് ബാങ്കിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വനിതയും റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ടില്ല. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള വനിതയുണ്ട്. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥാനത്ത് വരുന്നത്, റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാകുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് KJ ഉദേശിയാണ്. KJ ഉദേശി. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വീണ്ടും ഒരു വനിത വരുന്നു. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാകുന്ന 4ാമത്തെ വനിതയാണ് ആര്? പൂനം ഗുപ്ത. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് രൂപം കൊള്ളുന്നതിന് കാരണമായിട്ടുള്ള ഏതാണ് കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മിറ്റി അല്ലേ?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊന്ന് ചോദിച്ചാൽ 1934. റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കൽക്കട്ട. റിസർവ് ബാങ്ക് എന്ന് മുതലാണ് ബോംബെ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1937 മുതലാണ്. ഒരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കി വെക്കണം. റിസർവ് ബാങ്ക് ഗവർണറുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാലോ പരമാവധി 5 വർഷം. റിസർവ് ബാങ്ക് ചട്ടത്തിൽ പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണറുടെ പരമാവധി കാലാവധി, റിസർവ് ബാങ്കിലെ ഡെപ്യൂട്ടി ഗവർണർമാരുടെയും പരമാവധി കാലാവധി എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ അവർ യോഗ്യരുമാണ് എന്ന് ഈ പറഞ്ഞ ആ ചട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇപ്പോൾ പഠിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഏപ്രിൽ നിയമിക്കപ്പെട്ട വനിത ആര് എന്ന് ചോദിച്ചാൽ പൂനം ഗുപ്ത. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിക്കപ്പെട്ട ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തി. രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ ATM സ്ഥാപിച്ച് പരീക്ഷണ ഓട്ടം നടത്തി. ഏത് ട്രെയിനിലാണെന്ന് ചോദിച്ചാൽ പഞ്ചവടി എക്സ്പ്രസ്സിലാണ്. പഞ്ചവടി എക്സ്പ്രസ് മഹാരാഷ്ട്രയിൽ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച് പരീക്ഷണ ഓട്ടം നടത്തിയ ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ പഞ്ചവടി എക്സ്പ്രസ് അല്ലേ. ATM എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമാറ്റിക് എന്ന് പറയരുത്, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നുള്ളതാണ് ATMൻ്റെ പൂർണ്ണരൂപം. എന്തായാലും ATM സ്ഥാപിച്ച് രാജ്യത്ത് ആദ്യമായിട്ട് പരീക്ഷണ ഓട്ടം നടപ്പിലാക്കിയ ട്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ പഞ്ചവടി എക്സ്പ്രസ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ അത് ശ്രദ്ധിക്കണം. 2024 34ാമതാണ്. ആ നമ്പർ ശ്രദ്ധിക്കണം. 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുരസ്കാരം. അപ്പോൾ 2024 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അതൊരു സംസ്കൃത പണ്ഡിതനാണ്, മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. സാധു ഭദ്രേഷ് ദാസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. അപ്പോൾ 2024 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ഒരു സംസ്കൃത പണ്ഡിതനാണ് ലഭിച്ചത്. ആർക്ക് എന്ന് ചോദിച്ചാൽ സാധു ഭദ്രേഷ് ദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി സ്വാമി നാരായണ സുധ എന്ന് പറയുന്ന ഒരു കൃതി, സ്വാമി നാരായണ സുധ എന്ന് പറയുന്ന സംസ്കൃത കൃതിക്കാണ് 2024 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. പക്ഷെ ആ ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. 2023 തൊട്ട് മുമ്പ് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അതൊരു മലയാളിക്കാണ്. ആർക്കാണ്? പ്രഭാവർമ്മയ്ക്ക്. ആർക്കാണ്? പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിക്കാൻ സാധ്യത പ്രഭാവർമ്മയുടെ കാര്യമായിരിക്കും. രൗദ്ര സാത്വികം അത് 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരമാണ് 2023. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം. ഇതിപ്പോൾ പറഞ്ഞത് 2024 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം അത് സാധു ഭദ്രേഷ് ദാസിനാണ്, സ്വാമി നാരായണ സുധ എന്ന് പറയുന്ന കൃതിക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ തരുമ്പോൾ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, സരസ്വതി സമ്മാൻ പുരസ്കാരം നൽകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ബിർള ഫൗണ്ടേഷനാണ്. 1991 മുതൽ സരസ്വതി സമ്മാൻ പുരസ്കാരം കൊടുത്തു തുടങ്ങി. 1991 മുതൽ സരസ്വതി സമ്മാൻ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ബിർള ഫൗണ്ടേഷനാണ്. രാജ്യത്ത് നൽകുന്ന സാഹിത്യ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരങ്ങളിലൊന്നാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം. അത് നൽകുന്നത് ബിർള ഫൗണ്ടേഷനാണ്. ഞാൻ പറഞ്ഞു 91 മുതലാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ പിതാവിനാണ്, ഹരിവംശ റായ് ബച്ചൻ. ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്ക്? ഹരിവംശ റായ് ബച്ചൻ ആണ്. ഓർത്ത് വയ്ക്കണം. അതേസമയം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്.
കമലാ സുരയ്യ, മാധവിക്കുട്ടി, അവരുടെ അമ്മയാണ് ബാലാമണി അമ്മ. ബാലാമണി അമ്മയ്ക്കാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത്, ഒരു മലയാളി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. പിന്നീട് ഡോക്ടർ അയ്യപ്പ പണിക്കർക്ക് കിട്ടിയിട്ടുണ്ട്, സുഗതകുമാരിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഭാവർമ്മയ്ക്ക് കിട്ടി. അപ്പോൾ ഇതുവരെ 4 മലയാളികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ബാലാമണി അമ്മ. സരസ്വതി സമ്മാൻ പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്ക്? ഹരിവംശ് റായ് ബച്ചന്, അല്ലെ? സരസ്വതി സമ്മാൻ പുരസ്കാരം കൊടുക്കുന്നതാര്? ബിർള ഫൗണ്ടേഷൻ. ഇപ്പോൾ കൊടുത്തത് 34ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ലഭിച്ചത് സാധു ഭദ്രേഷ് ദാസ്. അതേസമയം 23-ലെ 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രഭാവർമ്മ. കൃതി ഏതാണ്? കൃതി എന്ന് പറയുന്നത് ഏതാണ്? രൗദ്ര സാത്വികം. ശരി, അടുത്തത് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ നല്ലൊരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. എന്താണ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോകത്തിന് പല സ്ഥലത്തും വിശാലമായിട്ടുള്ള പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉണ്ട്, അല്ലേ? അത്തരത്തിലുള്ള പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകം വിളിച്ചു പറയുന്ന കൃതികളുണ്ട്. അങ്ങനെയുള്ള കൃതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുനെസ്കോ ഇനിഷ്യേറ്റീവാണ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. അപ്പോൾ വളരെ പൈതൃകമുള്ള, ചരിത്രപരമായിട്ടോ മറ്റോ വളരെയധികം പൈതൃകമുള്ള രചനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യുനെസ്കോ തുടങ്ങിയിട്ടുള്ള എന്താണ് ഒരു സംരംഭമാണ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് അത്രത്തോളം പ്രാധാന്യമുള്ള പൈതൃകമുള്ള കൃതികളെ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. അതിലൂടെ ലോകത്തിന് ആ കൃതികളെ പരിചയപ്പെടുത്താനായിട്ട് യുനെസ്കോയ്ക്ക് കഴിയും. അപ്പോൾ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള കൃതികളുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു ഇടം എന്നുള്ള രീതിയിലാണ് ഏതിനെ നമ്മൾ കാണേണ്ടത്? യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിനെ കാണേണ്ടത്. ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്താണ്? യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ 2025 ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള 2 കൃതികൾ. ആ കൃതികൾ ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഭഗവത്ഗീത, വേറൊന്ന് നാട്യശാസ്ത്രം. ഒന്ന് ഭഗവത്ഗീത, വേറൊന്ന് നാട്യശാസ്ത്രം, അല്ലെ? അപ്പോൾ അത് ഓർത്തു വെക്കണം. 2025 യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് എന്ന് ഓർക്കുക. മനസ്സിലായോ? ഇതുവരെ ഈ പറഞ്ഞ യുനെസ്കോ പൈതൃക രജിസ്റ്ററിൽ അല്ലെങ്കിൽ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയിൽ നിന്ന് 14 എൻട്രികൾ ഉണ്ടായിട്ടുണ്ട്. ഇതടക്കം 14 എൻട്രികൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഋഗ്വേദം ഇതിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തുളസീദാസിൻ്റെ രാമചരിത മാനസ് എന്ന് പറയുന്ന കൃതി ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്ര കഥകൾ ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടെ ഇപ്പോൾ ഈ പറഞ്ഞ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ മൊത്തം ഇന്ത്യയിൽ നിന്നുള്ള എൻട്രികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 14 അതിൽ ഏറ്റവും ഒടുവിലത്തെ 2 എൻട്രികളാണ് ഏതൊക്കെ? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ശ്രദ്ധിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ആദ്യത്തെ പൂർണ്ണമായിട്ടും AI എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സിനിമ. പൂർണ്ണമായിട്ടും ലോകത്ത് തന്നെ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സിനിമയെന്ന് ചോദിച്ചാൽ ഒരു ഇന്ത്യൻ സിനിമയാണ്, കന്നഡയിൽ നിന്നുള്ള സിനിമയാണ്. ലവ് യു എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ പൂർണ്ണമായിട്ടും ലോകത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഏത്? ലവ് യു, അല്ലേ? എവിടെ നിന്നുള്ള സിനിമയാണ്? കന്നഡയിൽ നിന്നുള്ള സിനിമയാണ്. നരസിംഹ മൂർത്തി എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്ത സിനിമയാണ് ലവ് യു. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട സിനിമ ലവ് യു, കന്നഡയിൽ നിന്നുള്ള സിനിമ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ആര്യഭട്ട നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ്, അല്ലേ? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കുന്നത് എന്നാണ്? 1975. 1975 ഏപ്രിൽ 19.
നമ്മൾ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ 975 ഏപ്രിൽ 19 ഏത് വിക്ഷേപിച്ചത്? ആര്യഭട്ട വിക്ഷേപിച്ചത് അല്ലേ. അപ്പോൾ 2025 ആയപ്പോൾ അതിൽ 50 വർഷം പൂർത്തിയായി. ആര്യഭട്ടയുടെ വിക്ഷേപണത്തിൻ്റെ 50ാം വാർഷികമാണ്, ഗോൾഡൻ ജൂബിലിയാണ് 2025. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിക്ഷേപിച്ച ഏത് ഉപഗ്രഹത്തിൻ്റെ സുവർണ ജൂബിലിയാണ് 2025 ഏപ്രിലിൽ ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉപഗ്രഹത്തിൻ്റെയാണ്? ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടത് 1975 ഏപ്രിൽ 19. ഒരു കാര്യം കൂടി അവിടെ ഓർത്തോണം, ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യയിൽ നിന്നല്ല, ആര്യഭട്ട വിക്ഷേപിച്ചത് റഷ്യയിൽ നിന്നാണ്. റഷ്യൻ റോക്കറ്റിൻ്റെ സഹായത്താലാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. അപ്പോൾ ആര്യഭട്ട വിക്ഷേപിച്ച എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. റഷ്യൻ റോക്കറ്റിൻ്റെ സഹായത്താലാണ്, PSLV ഒന്നുമല്ല, റഷ്യൻ റോക്കറ്റിൻ്റെ സഹായത്താലാണ് ആര്യഭട്ട 975 ഏപ്രിൽ 19 വിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കണം. ആര്യഭട്ടയുടെ സുവർണ ജൂബിലി വർഷമാണ് 2025. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ അന്തർവാഹിനി താവളം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയായി വരുന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ഭൂഗർഭ അന്തർവാഹിനി താവളം, അതായത് ഒരു നേവൽ ബേസ് ആണ്, ഭൂഗർഭ നേവൽ ബേസ് ആണ്. ഇന്ത്യയുടെ ഭൂഗർഭ അന്തർവാഹിനി താവളം നിർമ്മാണം പൂർത്തിയായി വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തിനടുത്താണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയുടെ ഭൂഗർഭ അന്തർവാഹിനി താവളം എന്ത് ചെയ്യുന്നത്, പണി പൂർത്തിയായി വരുന്നത്. നല്ലൊരു ചോദ്യമാണ്. ആ ഭൂഗർഭ അന്തർവാഹിനി താവളത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് INS വർഷ. INS വർഷ അന്തർവാഹിനി, സബ്മറൈൻ, അതൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. 10-12 അന്തർവാഹിനികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് ഈ പറഞ്ഞ INS വർഷ എന്ന് പറയുന്ന ഇപ്പോൾ പണി പൂർത്തിയായി വരുന്ന ഭൂഗർഭ അന്തർവാഹിനി താവളം. അപ്പോൾ ഇന്ത്യയുടെ ഭൂഗർഭ അന്തർവാഹിനി താവളം INS വർഷ പണി പൂർത്തിയായി വരുന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ എവിടെ? വിശാഖപട്ടണം. വിശാഖപട്ടണത്തിനടുത്തുള്ള ഒരു സ്ഥലം വിശാഖപട്ടണം എന്ന് പറയാം. അപ്പോൾ ഭൂഗർഭ അന്തർവാഹിനി താവളം INS വർഷ അത് എവിടെയാണ് നിർമ്മാണം പൂർത്തിയായി വരുന്നത്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം, പഹൽഗാം ഭീകര ആക്രമണം. പഹൽഗാം ഭീകര ആക്രമണം നടന്നത് എന്നാണ്? 2025 ഏപ്രിൽ 22. 2025 ഏപ്രിൽ 22. അത് ശ്രദ്ധിച്ചു വെക്കണം. 26 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഭീകരാക്രമണം, 26 പേരുടെ കൊലപാതകം, അതാണ് ആ ഭീകരാക്രമണം. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം അല്ലെ. 26 പേരെന്ന് പറയുമ്പോൾ അതിൽ 25 ഇന്ത്യൻ പൗരന്മാർ, ഒരു വിദേശി കൂടി കൊല്ലപ്പെട്ടു. എല്ലാവരും ടൂറിസ്റ്റുകളായിരുന്നു. ഒരു വിദേശി കൂടി കൊല്ലപ്പെട്ടു. ആ വിദേശി നിങ്ങൾക്കറിയാം നേപ്പാളുകാരനാണ്, സുദീപ് ന്യൂപേനെ. സുദീപ് ന്യൂപേനെ എന്ന് പറയുന്ന ഒരു നേപ്പാളുകാരൻ ഉൾപ്പെടെ മൊത്തം 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണം. കൊല്ലപ്പെട്ടവർ ഭൂരിഭാഗം പേരും ആരാണ്? ടൂറിസ്റ്റുകളാണ്. കൂടുതലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. തീവ്രവാദി ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22. ആ ഡേറ്റ് മറക്കാൻ പാടില്ല, മനസ്സിൽ നിൽക്കണം. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കും. ആ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടന ഏത്? അതും ശ്രദ്ധിച്ചു വെക്കണം. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് ഈ തീവ്രവാദി ആക്രമണം നടത്തിയത്. റെസിസ്റ്റന്റ് ഫ്രണ്ട് അല്ലെ, TRF, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നുള്ളതിനെ ചുരുക്കി എഴുതുമ്പോൾ TRF. അപ്പോൾ ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടന TRF ആണ്. ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് ഏത്? TRF. അല്ലെങ്കിൽ അവരുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് TRF. അപ്പോൾ അത് ഓർത്ത് വെക്കണം. റെസിസ്റ്റന്റ് ഫ്രണ്ട് TRF, ലഷ്കർ എ തോയ്ബ ആണ് ഈ പറഞ്ഞ ഭീകര സംഘടനയ്ക്ക് എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പഹൽഗാം തീവ്രവാദി ആക്രമണം
അതുമായി ബന്ധപ്പെട്ട് പിന്നെ വാർത്തകളിൽ നമ്മൾ നിറഞ്ഞു കേട്ട ഒരു കാര്യമാണ് സിന്ധു നദീജല കരാർ, അല്ലെ? പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം സിന്ധു നദീജല കരാറിൽ നിന്ന് ഭാരതം പിന്മാറുകയാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കുകയുണ്ടായി. എന്താണ് സിന്ധു നദീജല കരാർ? നിങ്ങൾക്കറിയാം, സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്നല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു, അല്ലേ? ആ സിന്ധുവിന് 5 പോഷക നദികളുണ്ട്. അപ്പോൾ സിന്ധുവും 5 പോഷക നദികളും, മൊത്തം 6 നദികൾ. ആ 6 നദികളിലെ ജലത്തിൻ്റെ ഉടമസ്ഥാവകാശം, അതുമായി ബന്ധപ്പെട്ട കരാറാണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ. അപ്പോൾ അത് 1960 സെപ്റ്റംബർ 19 1960 സെപ്റ്റംബർ 19 ഒപ്പുവയ്ക്കപ്പെട്ട കരാറാണ് ഏത്? സിന്ധു നദീജല കരാർ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1960 സെപ്റ്റംബർ 19, അല്ലേ? അപ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടാണ്? സിന്ധുവിൻ്റെ 5 പോഷക നദികളുമായി ബന്ധപ്പെട്ടാണ്. ഈ കരാറിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഈ കരാറിന് മധ്യസ്ഥനായിട്ട് നിന്നതാരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് വേൾഡ് ബാങ്കാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചതാരെന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്കാണ്. ഈ കരാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഒപ്പിട്ടത്. അപ്പോൾ സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ, പിന്നെ ഏതിൻ്റെ മധ്യസ്ഥതയിൽ? വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധു നദിയിലെ, ചിനാബ് നദിയിലെ, ഝലം നദിയിലെ ഈ 3 നദികളിലെ ജലത്തിൻ്റെ ഉടമസ്ഥാവകാശം പാകിസ്ഥാനാണ്. അപ്പോൾ ആ 3 നദികൾ ശ്രദ്ധിച്ചു വെക്കണം. ഏതൊക്കെയാണ് നദി? ഒന്ന് സിന്ധു നദി, ഒരെണ്ണ് ചിനാബ്. ചിനാബ് എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ആ ചിനാബ് നദിയിലെ വെള്ളം, ഝലം നദിയുടെ വെള്ളം, അല്ലേ? ഝലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ്. അപ്പോൾ ഝലം നദിയിലെ വെള്ളം, ഈ 3 നദികളിലെയും വെള്ളത്തിൻ്റെ ഉടമസ്ഥാവകാശം പാകിസ്ഥാനാണ്. ബാക്കി 3 നദികൾ, രവി, ബിയാസ്, സത്ലജ്. സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ആ സത്ലജ്, രവി, ബിയാസ് നദികളുടെ വെള്ളത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ത്യക്കുമാണ് എന്ന് പറയുന്ന കരാറാണ് ഏത്? സിന്ധു നദീജല കരാർ. അപ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് ഓർത്തു വെക്കണം. ഈ അവസരത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ് വന്ദന കടാരിയ? വന്ദന കടാരിയ ഒരു കായിക താരമാണ്. വന്ദന കടാരിയ ഒരു കായിക താരമാണ്. ഏത് മേഖലയിൽ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഹോക്കി മത്സരങ്ങൾ കളിച്ച വനിതയാണ് വന്ദന കടാരിയ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഹോക്കി മത്സരങ്ങൾ കളിച്ച വനിതയാണ് ആര്? വന്ദന കടാരിയ. എന്തുകൊണ്ട് വന്ദന കടാരിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു? 2025 ഏപ്രിലിൽ അവർ എന്ത് ചെയ്തു? ആ ഗെയിമിൽ നിന്ന് വിരമിച്ചു, അല്ലേ? ഹോക്കി മത്സരങ്ങളിൽ നിന്ന് ആര് വിരമിച്ചു? 2025 വന്ദന കടാരിയ വിരമിച്ചു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഹോക്കി മത്സരങ്ങളിൽ പങ്കെടുത്ത വ്യക്തി, വനിത, 2025 ഏപ്രിലിൽ വിരമിച്ചു. ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വന്ദന കടാരിയാണ്. അതുപോലെ കായിക താരങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും, വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി ഒരു ക്രിക്കറ്ററാണ്, ബീഹാറിൽ നിന്നുള്ള ക്രിക്കറ്ററാണ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഇപ്പോൾ 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള ക്രിക്കറ്റർക്ക്, ഈ പയ്യന് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ ഇദ്ദേഹം IPL ഒരു ടീമിന് വേണ്ടി കളിച്ചു. രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീമിന് വേണ്ടി കളിച്ചു, അല്ലേ? സഞ്ജു സാംസൺ ഉൾപ്പെടുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ആ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് അദ്ദേഹം അരങ്ങേറി. IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി IPL അരങ്ങേറുന്നത്. അപ്പോൾ IPL ചരിത്രത്തിൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരെന്ന് ചോദിച്ചാൽ ബീഹാറിൽ നിന്നുള്ള ഈ പയ്യനാണ് വൈഭവ് സൂര്യവംശി. തീർന്നില്ല, ആ പയ്യൻ എന്ത് ചെയ്യുന്നു? IPL സെഞ്ചുറി നേടുന്നു. IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും വൈഭവ് സൂര്യവംശി എന്നാണ്. അപ്പോൾ ആ പയ്യനെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം.
ബീഹാറിൽ നിന്നുള്ള പയ്യനാണ്. കളിച്ചത് രാജസ്ഥാൻ റോയൽസിനാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. 2025 ബിംസ്റ്റെക് ഉച്ചകോടി, 2025 ബിംസ്റ്റെക് ഉച്ചകോടി, 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. അത് പഠിക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. ഇന്ത്യയുടെ വിദേശ നയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടോപ്പിക്കൊക്കെ നമുക്കുണ്ട്. അതിനകത്തൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്, രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതായത് ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. അതിൻ്റെ 6ാമത് ഉച്ചകോടി 2025 ഏപ്രിലിൽ നടന്നു. ബിംസ്റ്റെക് ഉച്ചകോടി എന്ന് പറയും. ആ ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് ബാങ്കോക്കിൽ വെച്ചിട്ടാണ്. ബാങ്കോക്ക് നിങ്ങൾക്കറിയാം, തായ്ലൻഡ് തലസ്ഥാനമാണ് ഏത്? ബാങ്കോക്ക്. അപ്പോൾ 2025 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് തായ്ലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാങ്കോക്കിൽ വെച്ചിട്ടാണ്. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബിംസ്റ്റെക്, അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ബേ ഓഫ് ബംഗാൾ. ബി ഫോർ ബേ ഓഫ് ബംഗാൾ അല്ലെ? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോഓപ്പറേഷൻ എന്നുള്ളതാണ് ബിംസ്റ്റെക്കിൻ്റെ എന്താണ് പൂർണ്ണ രൂപം. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോഓപ്പറേഷൻ ബിംസ്റ്റെക്, അതിൻ്റെ 6ാമത് ഉച്ചകോടിയാണ് 2025 എവിടെ വെച്ച് നടന്നത്? തായ്ലൻഡ് തലസ്ഥാനമായിട്ടുള്ള ബാങ്കോക്കിൽ വെച്ച് നടന്നത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ബിംസ്റ്റെക് എന്ന് പറയുന്ന ഈ സംഘടനയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ബിംസ്റ്റെക്കിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ് എന്ന് ചോദിച്ചാൽ 7 രാജ്യങ്ങൾ അംഗങ്ങളാണ്. 6ാമത് ഉച്ചകോടിയാണ് നടന്നത്. 7 രാജ്യങ്ങൾ ഇതിനകത്ത് അംഗങ്ങളാണ്. അപ്പോൾ ആ 7 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ 7 രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് നേപ്പാൾ, വേറൊന്ന് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാനിത് പറയുമ്പോൾ അത് മനസ്സിൽ കാണുക. നേപ്പാൾ, പിന്നെ വേറൊന്ന് ഭൂട്ടാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യാൻമർ, പിന്നെ ബംഗ്ലാദേശ് അല്ലെ? ബേ ഓഫ് ബംഗാൾ എന്നാണ് ബംഗ്ലാദേശ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യ, അപ്പോൾ 5ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു അയൽരാജ്യം, സമുദ്ര സാമീപ്യമുള്ള അയൽരാജ്യം അല്ലെങ്കിൽ സമുദ്രാതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക, 6. പിന്നെ അത് കഴിഞ്ഞിട്ട് തായ്ലൻഡ്. ഇതുൾപ്പെടെ മൊത്തം എത്ര? 7 രാജ്യങ്ങൾ. അപ്പോൾ ബിംസ്റ്റെക്കിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്? 7 അംഗരാജ്യങ്ങൾ. ഏതൊക്കെയാണ്? നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, മ്യാൻമറുണ്ട്, ബംഗ്ലാദേശുണ്ട്, ശ്രീലങ്കയുണ്ട്, ഇന്ത്യയുണ്ട്, തായ്ലൻഡ് ഉണ്ട്. ശ്രദ്ധിച്ചു വയ്ക്കുക, 1 മാർക്ക് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് ലഭിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ കോമൺവെൽത്ത് നേഷൻസ് സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ വനിത 2025 കോമൺവെൽത്ത് നേഷൻസ് സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആഫ്രിക്കൻ വനിത ആര് എന്ന് ചോദിച്ചാൽ ഷേർലി ബോച്ച്വേ, ഖാനാക്കാരിയാണ്. ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ വനിത കോമൺവെൽത്ത് നേഷൻസ് സെക്രട്ടറി ജനറലായിട്ട് മാറുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. കോമൺവെൽത്ത് നേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമൺവെൽത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുമ്പ് ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന രാജ്യങ്ങൾ, മുമ്പ് ബ്രിട്ടൻ്റെ കോളനികളായിട്ടുള്ള ഇപ്പോഴത്തെ സ്വതന്ത്ര രാജ്യങ്ങൾ, അവരുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്? കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അവരുടെ ഒരു കൂട്ടായ്മയെ നമ്മൾ എന്ത് പറയും? കോമൺവെൽത്ത്. അതിൻ്റെ ഒരു സംഘടനയാണ് കോമൺവെൽത്ത് നേഷൻസ്. അപ്പോൾ കോമൺവെൽത്ത് നേഷൻസ് സെക്രട്ടറി ജനറലായിട്ട് മാറിയ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വനിത അല്ലെങ്കിൽ ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിത ഷേർലി ബോച്ച്വേ ഖാനാഖാരിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2025 ഏപ്രിൽ 21. വളരെ സങ്കടകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു 2025 ഏപ്രിൽ 21. അന്ന് ദുഃഖമാണ്. അതിൻ്റെ അടുത്ത ദിവസം ഏപ്രിൽ 22 പഹൽഗാമിലെ ഭീകരാക്രമണം, അതും ദുഃഖമാണ് അല്ലേ? അപ്പോൾ നോക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ 21 മരണപ്പെടുന്നത്. ഏപ്രിൽ 22
ഡേറ്റാണ് പഹൽഗാം ഭീകരാക്രമണം. ഈ 2 ഡേറ്റുകളും പരസ്പരം ചേർത്ത് വെച്ച് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, ഹോളിവുഡിലെ സിനിമകളുടെ ഒരു കഥാപാത്രമാണ് ബാറ്റ്മാൻ അല്ലേ? ഹോളിവുഡ് സിനിമകളിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വവ്വാൽ മനുഷ്യൻ, ബാറ്റ്മാൻ അല്ലേ? അപ്പം ബാറ്റ്മാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ വളരെയധികം ജനപ്രിയനായിട്ട് തീർന്ന ഒരു ഹോളിവുഡ് നടനുണ്ട്. ആ ഹോളിവുഡ് നടൻ്റെ പേരാണ് വാൽ കിൽമർ അല്ലേ? അപ്പോൾ ബാറ്റ്മാൻ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയിലൂടെ ബാറ്റ്മാൻ്റെ വേഷം ചെയ്ത് ജനപ്രിയനായിട്ടുള്ള ഹോളിവുഡ് നടനാണ് വാൽ കിൽമർ അല്ലേ? ബാറ്റ്മാൻ, വവ്വാലിൻ്റെ വാല് നോക്കി വെക്കുക, ബാറ്റ്മാൻ അല്ലേ? ബാറ്റ്മാൻ ആയിട്ട് അഭിനയിച്ചത് ആരാണ്? വാൽ കിൽമർ ആണ്. ഇദ്ദേഹം 2025 ഏപ്രിലിൽ മരണപ്പെട്ടു. അപ്പോൾ 2025 ഏപ്രിൽ മരണപ്പെട്ട ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തിലൂടെ ലോക പ്രശസ്തി നേടിയ ഹോളിവുഡ് സിനിമാ നടൻ ആര് എന്ന് ചോദിച്ചാൽ വാൽ കിൽമർ ആണ്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മാരിയോ വർഗാസ് യോസ നോബൽ സമ്മാന ജേതാവാണ്. മാരിയോ വർഗാസ് യോസ ആരാണ്? നോബൽ സമ്മാന ജേതാവാണ്. മുൻ നോബൽ സമ്മാന ജേതാവാണ് മാരിയോ വർഗാസ് യോസ. ലാറ്റിൻ അമേരിക്കക്കാരനാണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ തെക്കേ അമേരിക്ക അല്ലേ? തെക്കേ അമേരിക്കയിൽ പെറു എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തുള്ള ആളാണ് ആര്? മാരിയോ വർഗാസ് യോസ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 2025 ഏപ്രിലിൽ മരണപ്പെട്ടു. അപ്പോൾ 2025 ഏപ്രിലിൽ മരണപ്പെട്ട നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ ആര് എന്ന് ചോദിച്ചാൽ മാരിയോ വർഗാസ് യോസയാണ്. സാഹിത്യകാരനാണ് മാരിയോ വർഗാസ് യോസ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. പെറുവാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. നമ്മുടെ ഈ പറഞ്ഞ മാർപ്പാപ്പയോ, മരിച്ചുപോയ മാർപ്പാപ്പയുടെ സ്ഥലം എന്ന് പറയുന്നത് അർജന്റീനയാണ്. അർജന്റീനയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് പെറു. അപ്പോൾ മാർപ്പാപ്പ അർജന്റീനക്കാരനായിരുന്നു, പഴയ മാർപ്പാപ്പ. പുതിയ മാർപ്പാപ്പ വരും, ആ മാർപ്പാപ്പ അമേരിക്കക്കാരനായിരിക്കും. അപ്പോൾ അത് ഇവിടെ ഓർത്ത് വയ്ക്കുക. പഴയ മാർപ്പാപ്പ ആരാണ്? അർജന്റീന. പഴയ മാർപ്പാപ്പ അർജന്റീനക്കാരനാണ്. മരിയോ വർഗാസ് യോസ ലാറ്റിൻ അമേരിക്കക്കാരൻ എന്ന് പറയുമ്പോൾ സ്ഥലം ഏതാണ്, രാജ്യം ഏതാണ്? പെറു. ശരി, അടുത്തത് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം നമുക്കറിയാം. ഏപ്രിൽ 23. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഏപ്രിൽ 23 പ്രാധാന്യം ലോക പുസ്തക ദിനം. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 23 അല്ലേ? ഏപ്രിൽ 22 പ്രാധാന്യം എന്താണ്? ഏപ്രിൽ 22 പ്രാധാന്യം ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 22. പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസവും ഏപ്രിൽ 22 അപ്പോൾ ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്ന ഏപ്രിൽ 22, ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 23. 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനീറോ അല്ലെ? 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? റിയോ ഡി ജനീറോ. എവിടുത്തെ സ്ഥലമാണ്? ബ്രസീലിലെ നഗരമാണ് റിയോ ഡി ജനീറോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യമാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 അല്ലേ? വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഒരു വനിതയ്ക്കാണ്. സമർ അബു എലൂഫ് ഒരു പാലസ്തീനിയൻ വനിതയാണ്. അവരെടുത്ത ഫോട്ടോയ്ക്കാണ്, അതായത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ പടമാണത്. ആ പടത്തിനായിരുന്നു 2025 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. നേടിയത് ഒരു പാലസ്തീൻ ഫോട്ടോഗ്രാഫറാണ്, വനിതയാണ്, സമർ അബു എലൂഫ്. ഇത് പറയുമ്പോൾ 2024 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് കൂടി ഒന്ന് ഓർത്തു വച്ചേക്കണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് സലേം ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ വെള്ള തുണി മൂടിയ ഈ പറഞ്ഞ മൃതശരീരം മാറത്തോട് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരു സ്ത്രീയുടെ പടത്തിനാണ് അന്ന് ഈ പറഞ്ഞ പുരസ്കാരം ലഭിച്ചത്. അത് 2024 വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫ് പുരസ്കാരമാണ്. അത് മുഹമ്മദ് സലേമിനാണ് ലഭിച്ചിരിക്കുന്നത്. 2025 ഒരു വനിതയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്, സമർ. 2025 ഒരു വനിതയ്ക്കാണ് എന്ന് ഓർത്താൽ മതി, സമർ. ബാക്കി നിങ്ങൾക്ക് കിട്ടിക്കോളും. അതേസമയം 2024 ഓർത്തോണം മുഹമ്മദ് സലേം.
അതും പാലസ്തീനിൽ നിന്നുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് നാസയുടെ ഒരു ബഹിരാകാശ ദൗത്യമാണ്. എന്താണ് ഡ്രാഗൺ ഫ്ലൈ? നാസയുടെ ഒരു ബഹിരാകാശ ദൗത്യം. ആ ദൗത്യം എന്ന് പറയുന്നത് ശനിയുടെ ഒരു ഉപഗ്രഹത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ്. അപ്പോൾ നാസയുടെ ബഹിരാകാശ ദൗത്യമായിട്ടുള്ള ഡ്രാഗൺ ഫ്ലൈ ഏത് ഉപഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ദൗത്യമാണ് എന്ന് ചോദിച്ചാൽ, ഏത് ഉപഗ്രഹത്തിനെ കുറിച്ച് പഠിക്കുന്ന ദൗത്യമാണ്? അത് ടൈറ്റൻ എന്ന് പറയുന്ന ശനിയുടെ ഉപഗ്രഹത്തെ പഠിക്കുന്നതിനുള്ള ദൗത്യമാണ്. ശനിയുടെ ഉപഗ്രഹമാണ് ഏത്? ടൈറ്റൻ അല്ലെ. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനമീഡാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനമീഡാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ടൈറ്റനാണ്. ഗാനമീഡ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റനാണ്. ശനിയുടെ ഉപഗ്രഹമാണ്. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ടൈറ്റനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ഏത് ഗ്രഹത്തിനാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. ശനിക്കാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ഏത് ഗ്രഹത്തിനാണ്? ശനിക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യം ഏത് ഉപഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ദൗത്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2025 വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ലോറസ് പുരസ്കാരം കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. കായിക രംഗത്ത് നൽകുന്നതിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. ഇവിടെ ഇപ്പോൾ ചോദ്യം എന്താണ്? 2025 വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം അതിനേക്കാൾ ഗംഭീരമാണ്. മോണ്ടോ ഡുപ്ലാന്റിസ്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് പഠിക്കണമെന്നോ അറിയണമെന്നോ നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷേ അതാര് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കും. പോൾ വാൾട്ട് എന്ന് പറയുന്ന കായിക ഇനത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കായിക താരമാണ് മോണ്ടോ ഡുപ്ലാന്റസ്. പഴയ ഒരു പോൾ വാൾട്ട് താരമുണ്ട്, ബുബ്ക എന്ന് പറയുന്ന പോൾ വാൾട്ട് താരമുണ്ട്. അദ്ദേഹം ഒരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തെ മറികടക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്വീഡിഷുകാരൻ അത്ലറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു വെക്കണം. മോണ്ടോ ഡുപ്ലാന്റിസ് ആരെന്ന് ചോദിച്ചാൽ പോൾ വാൾട്ട് താരമാണ്. ഒരു കമ്പുമായിട്ട് ഓടിക്കൊണ്ട് വന്നിട്ട് ഒരു ബാറിന് മുകളിൽ കൂടെ ചാടുന്നതാണ് പോൾ വാൾട്ട് എന്ന് പറയുന്ന ഐറ്റം അല്ലേ. നമ്മുടെ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ് മിടുക്കൻ. നീരജ് ചോപ്ര ജാവലിൻ ത്രോയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഒരു കമ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് ഓടി വന്ന ഒരു ബാറിന് മുകളിൽ കൂടി ചാടുന്നതാണ് പോൾ വാൾട്ട് എന്ന് പറയുന്ന ഐറ്റം. ഞാനിത് പറയുമ്പോൾ അറിയാവുന്നവർക്ക് ചിരി വരും, പക്ഷേ അറിഞ്ഞൂടാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പോൾ വാൾട്ട് സ്വീഡൻകാരനാണ്. ആര്? മോണ്ടോ ഡുപ്ലാന്റിസ്. അപ്പോൾ 2025 വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ലോറസ് പുരസ്കാരം ലഭിച്ചത് മോണ്ടോ ഡുപ്ലാന്റിസിനാണ്. അതുപോലെ 2025 വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ലോറസ് പുരസ്കാരം 2025 വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സിമോൺ ബൈൽസിനാണ്. ആർക്കാണ്? സിമോൺ ബൈൽസ് വനിത അല്ലേ. സിമോൺ ബൈൽസ് അമേരിക്കക്കാരിയാണ്. ആര്? സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക് താരമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക, അവരൊന്ന് പരിചയപ്പെട്ട് വയ്ക്കുക. എന്തായാലും മോണ്ടോ ഡുപ്ലാന്റിസിനെ നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ സ്പോർട്സ്മാൻ പുരസ്കാരം അല്ലേ 2025 ലോറസ് സ്പോർട്സ്മാൻ പുരസ്കാരം ലഭിച്ചത് മോണ്ടോ ഡുപ്ലാന്റിസിനാണ്. 2025 ലോറസ് പുരസ്കാരം ഏതാണ്? സ്പോർട്സ് വുമൺ പുരസ്കാരം ലഭിച്ചത് സിമോൺ ബൈൽസിനാണ്. അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ്. അതുപോലെ 2025 വേൾഡ് ഫുട്ബോൾ പുരസ്കാരം അല്ലെങ്കിൽ 2025 വേൾഡ് ടീം പുരസ്കാരം 2025 വേൾഡ് ടീം പുരസ്കാരം അതിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ച ടീം ഏതെന്ന് ചോദിച്ചാൽ റയൽ മാഡ്രിഡ് ആണ്. ഏതാണ്? റയൽ മാഡ്രിഡ് ആണ്. ഒരു സ്പാനിഷ് ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ 2025 ഏറ്റവും മികച്ച ടീമിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ഒരു ഫുട്ബോൾ ടീമാണ്. ഏതാണ് ടീമെന്ന് ചോദിച്ചാൽ റയൽ മാഡ്രിഡ് ആണ്. പണ്ട് റൊണാൾഡോയൊക്കെ കളിച്ച ഈ പറഞ്ഞ ക്ലബ്ബാണ് റയൽ
മാഡ്രിഡ്. ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 കളിച്ച ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ അതത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട്, അതായത് ഇതിന് മുമ്പത്തെ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് 2025 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയും ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിച്ചു. ഇതോടുകൂടി ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് പൂർണ്ണമാവുകയാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.